പഞ്ചായത്തിൽ പുതിയ ബജറ്റായി. പാർപ്പിട മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അവതരിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, കുടിവെള്ളം, ക്ഷീരവികസനം എന്നിങ്ങനെ അനേകം പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റ് കൂടിയാണിത്. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് പ്രഥമ പരിഗണന നൽകി കവളങ്ങാട് പഞ്ചായത്തിൽ പുതിയ ബജറ്റ് 9,50,00,000 രൂപയാണ് ഈ ഇനത്തിൽ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കും ക്ഷീരവികസനത്തിന് 2,35,00,000 രൂപയാണ് ബജറ്റിലുള്ളത്. കുടിവെള്ള പദ്ധതിക്കും ശുചിത്വ മേഖലയ്ക്കും 1,17,00,000 രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ലിസി ജോളി ബജറ്റ് അവതരിപ്പിച്ചു. മുൻ ബാക്കി ഉൾപ്പെടെ 49,63,609 രൂപയുടെ വരവും 43,72,57,154 രൂപയുടെ ചെലവും 5,90,46,455 രൂപ നീക്കിയിരിപ്പുമാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. കാർഷിക വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ഈ ബജറ്റിൽ 1,29,67,200 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി 1,46,07,000 രൂപയും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി കുടുംബാരോഗ്യ കേന്ദ്രം, ആയുർവേദ, ഹോമിയോ വിഭാഗങ്ങളായി മരുന്ന് വാങ്ങുന്നതിനും മറ്റ് പശ്ചാത്തല വികസനത്തിനുമായി 46,34,299 രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TH നൌഷാദ്, ഉഷ ശിവൻ, ഷിബു പടപ്പറമ്പത്ത്, കമ്മിറ്റി അംഗങ്ങളായ ടിന ടിനു, ജിൻസി മാത്യു, സൈജൻ ചാക്കോ, ലിസി ജോർജ്, സൗമ്യ ശശി, ഹരീഷ് രാജൻ, സന്ധ്യ ജെയ്സൺ, ജിൻസിയ ബിജു, സുഹറ ബഷീർ, രാജേഷ് കുഞ്ഞുമോൻ, തോമാച്ചൻ ചാക്കോച്ചൻ, അഡ്വക്കേറ്റ് MK വിജയൻ, ജലീൻ വർഗീസ്, പഞ്ചായത്ത് സെക്രട്ടറി സേതു KR, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ അംഗങ്ങൾ, ഘടക സ്ഥാപക മേധാവികൾ തുടങ്ങിയവരുമുണ്ടായിരുന്നു. റോഡുകളുടെയും പൊതുകെട്ടിടങ്ങളുടെയും നിർമ്മാണം, നവീകരണം എന്നിവയ്ക്കായി 11 കോടിയിലേറെ രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് 7,43,00,000 രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്. പുതിയ ബജറ്റ് ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. മീഡിയ അസിസ്റ്റ് കോതമംഗലം.